ഒരു പണിയുമില്ലാത്ത യുവാക്കൾക്കായി ഒരു പാർട്ടി. കേൾക്കുമ്പോൾ അതിശയമായി തോന്നുന്നുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു പാർട്ടിയാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. കോക്രോച്ച് ജനതാ പാർട്ടി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് യുവാക്കളെ പാർട്ടികളോട് ഉപമിച്ചതിൽ പ്രതിഷേധിച്ച് ഉയർന്നുവന്ന ആക്ഷേപഹാസ്യ രാഷ്ട്രീയ മുന്നണിയായ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് നേതാക്കളായ മഹുവ മൊയ്ത്രയും കീർത്തി ആസാദും കോക്രോച്ച് ജനതാ പാർട്ടിയിൽ ചേർന്നു. എന്താണ് CJP? എങ്ങനെയാണ് CJPയുടെ ഉത്ഭവം എന്ന് നോക്കാം. കഴിഞ്ഞ ആഴ്ച കോടതി നടപടികൾക്കിടെയാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് യുവാക്കളെ പാർട്ടികളോട് ഉപമിച്ചത്. ഒരു പണിയുമില്ലാത്ത ചില യുവാക്കളുണ്ട്. അവരിൽ ചിലർ മാധ്യമ പ്രവർത്തകരും ചിലർ സോഷ്യൽ മീഡിയ RTI ആക്ടിവിസ്റ്റുകളുമായി സമൂഹത്തെ ആക്രമിക്കുന്നു. അവർ കോക്രോച്ചുകളും പരാന്നഭോജികളുമാണ് എന്നാണ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞത്. ചീഫ് ജസ്റ്റിസിന്റെ ഈ പരാമർശം വ്യാപക പ്രതിഷേധങ്ങൾക്കാണ് ഇടയാക്കിയത്. ഈ പ്രതിഷേധങ്ങളുടെ ഫലമായി ഉയർന്നുവന്ന ആക്ഷേപഹാസ്യ രാഷ്ട്രീയ മുന്നണിയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. യുവാക്കൾക്ക് വേണ്ടി യുവാക്കളാൽ എന്നതാണ് പാർട്ടിയുടെ മുദ്രാവാക്യം. സെക്യുലർ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ലേസി എന്നാണ് പാർട്ടി സ്വയം വിശേഷിപ്പിക്കുന്നത്. സിസ്റ്റം ശ്രദ്ധിക്കാൻ മറന്നുപോയവരുടെ, മടിയന്മാരുടെയും തൊഴിൽ രഹിതരുടെയും ശബ്ദമെന്നാണ് ഔദ്യോഗിക വെബ്സൈറ്റിൽ CJP വിശേഷിപ്പിക്കുന്നത്. മാത്രമല്ല CJPക്ക് സ്വന്തമായി മാനിഫെസ്റ്റോയുമുണ്ട്. ക്യാബിനറ്റ് പദവികളിൽ സ്ത്രീകൾക്ക് 50% സംവരണം വേണം. രാഷ്ട്രീയ പാർട്ടി മാറുന്ന MLA-മാർക്കും MP-മാർക്കും 20 വർഷത്തെ തിരഞ്ഞെടുപ്പ് വിലക്ക് ഏർപ്പെടുത്തണം. ചീഫ് ജസ്റ്റിസുമാർക്ക് വിരമിക്കലിന് ശേഷമുള്ള രാജ്യസഭാ പദവികൾ നിരോധിക്കണം. ഗോദി മീഡിയ ആങ്കർമാരുടെ ബാങ്ക് അക്കൗണ്ടുകളെ കുറിച്ച് അന്വേഷണം. തിരഞ്ഞെടുപ്പിൽ അർഹതപ്പെട്ട വോട്ടുകൾ റദ്ദാക്കപ്പെട്ടാൽ ശക്തമായ നടപടി തുടങ്ങിയവയാണ് CJPയുടെ മാനിഫെസ്റ്റോയിൽ പറയുന്നത്. അഭിജിത് ദീപ്കെ എന്നയാളാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ. ദി ഹിന്ദുവിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 30-കാരനായ അഭിജിത് ദീപ്കെ ബോസ്റ്റൺ സർവകലാശാലയിൽ പബ്ലിക് റിലേഷൻസ് വിദ്യാർത്ഥിയാണ്. 2020 മുതൽ 23 വരെ ആം ആദ്മിയുടെ സോഷ്യൽ മീഡിയ ടീമിനൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. കോക്രോച്ച് ജനതാ പാർട്ടിയിൽ ചേരാൻ ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ട് എക്സിൽ അഭിജിത്ത് ഒരു ഗൂഗിൾ ഫോം പങ്കുവച്ചിരുന്നു. തൊഴിൽ രഹിതർ, മടിയന്മാർ, എപ്പോഴും ഓൺലൈനിൽ സമയം ചെലവഴിക്കുന്നവർ, പ്രൊഫഷണലായി കാര്യങ്ങൾ തുറന്നു പറയാൻ കഴിയുന്നവർ, അങ്ങനെ ആർക്കും ഈ കൂട്ടായ്മയുടെ ഭാഗമാകാം എന്നാണ് അഭിജിത്ത് പറയുന്നത്.